ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇതിലും സിമ്പിളായിട്ട് ഒരു റൈസിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് തോന്നുന്നേയില്ല. നമ്മളെല്ലാവരും കുഞ്ഞിലെ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു മുട്ടച്ചോറ്. സോ ലെറ്റ്സ് മേക്ക് മുട്ടച്ചോറ്. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കുക. സവാള വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ക്യാരറ്റോ ബീൻസോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടി. ഇതിൽ മുളക് പൊടിയുടെ അളവ് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ മോൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അവൻ ഒട്ടും എരിവ് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പൊടികളെല്ലാം ചേർത്തിട്ടുള്ളൂ. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 കോഴിമുട്ട, നമ്മളെടുക്കുന്ന ചോറിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ആ മുട്ട നല്ലതുപോലെ ഒന്ന് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലൊന്ന് ചിക്കിയെടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നോർമൽ കുത്തരി ചോറ് ഇതിനകത്തിട്ടിട്ട് മിക്സിങ് ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞ് നല്ല ടേസ്റ്റി ആയുള്ളൊരു മുട്ടച്ചോറാണ്. ഇതിലേക്ക് മല്ലിയിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ എൻ്റെ മോൻ അതൊന്നും ഇഷ്ടമല്ല, അവൻ കഴിക്കത്തില്ല. മല്ലിയിലയുടെ മണം തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.